മെയ് മാസം 22,000-ഓളം ആളുകളാണ്, സർക്കാർ ജീവനക്കാരാണ് പെൻഷൻ പറ്റാനിരിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 10,000 കോടി രൂപയുടെ അടുത്ത് ആവശ്യമായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന സമയത്ത് അതൊരു വലിയ തലവേദനയാകുമോ? ഇല്ല, പെൻഷൻ പ്രായം കൂട്ടണോ വേണ്ടേ എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനം ആവശ്യമുള്ള കാര്യമാണ്. ധനവകുപ്പ് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ധനവകുപ്പിൽ അതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ പ്രായം ഏകീകരിക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ചിന്തയില്ല. അങ്ങനെ ഒരു നിർദ്ദേശം ധനവകുപ്പിൽ നിന്ന് വെച്ചിട്ടുമില്ല. അതൊരു പക്ഷേ ഭാവിയിൽ നമ്മുടെ IT വിപ്ലവം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ആലോചിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചിന്തയില്ല. ഈ ബാറുകളിൽ നിന്നുള്ള നികുതി ഈ സർക്കാരിന് എന്തായാലും ലഭിച്ചിട്ടില്ല. അപ്പം ആ നികുതി വരുമാനം ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ പൂട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ. ഒരു പുതിയ മദ്യനയത്തെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടി വരില്ലേ? പുതിയ മദ്യനയത്തെക്കുറിച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മദ്യം വിൽക്കണമെന്ന് ആർക്കെങ്കിലും വാദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനത് പറയുന്നത്, വരുമാനം കിട്ടുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മദ്യത്തിൽ നിന്നുള്ള വരുമാനം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അത് എക്സൈസ് നയം വരികയും LDF ചർച്ച ചെയ്യുമ്പോഴേ തീരുമാനിക്കാൻ പറ്റും. അല്ല, പക്ഷേ അത് വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. സാമ്പത്തിക സ്രോതസ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ടൂറിസത്തെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വേഗതയിൽ വളരുന്ന വ്യവസായ മേഖലയാണ്. ഇവിടെ ഉള്ള ഇൻവെസ്റ്റേഴ്സ് പലരും ഇപ്പോൾ ശ്രീലങ്കയിൽ പോയിട്ട് റിസോർട്ടുകൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇവിടെ വരുന്ന കൺവെൻഷൻസും മറ്റുമൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ബുക്ക് ചെയ്യുന്നു, പക്ഷെ അവിടെ ആയിരിക്കും നടത്തുന്നത്. ഞാൻ പലരോടും സംസാരിച്ചപ്പോഴും ഓക്യുപ്പൻസി റേറ്റ് ഗണ്യമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയെങ്കിലും വർധനയുടെ നിരക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് മേഖലയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ മദ്യം അനുവദിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മദ്യനയം ഇല്ല, അത് എൻ്റെ ഒരു നിലപാടിലില്ല. അതേസമയത്ത് ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യലിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഒരു സമവായം ഉണ്ടാവണം. അത് LDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഈ ഒരാൾക്ക് ഒരു പെൻഷനെങ്കിലും എത്തിക്കുക എന്നുള്ളത് താങ്കളുടെ ഒരു സങ്കല്പമായിരുന്നു. ഇപ്പം 2-3 പെൻഷൻ വാങ്ങിച്ചാൽ നികുതി വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അതിനകത്ത് ദുഃഖം ഇല്ല. അത് ഓണത്തിന് ഇറക്കിയ ഉത്തരവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപയുടെ ഒരു പെൻഷന് ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അതേസമയത്ത് നിന്നിരുന്ന ഇപ്പോൾ 2 പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്ന ആൾ 3 പെൻഷനൊന്നും ചർച്ചയൊന്നുമില്ല, 2 പെൻഷൻ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന പെൻഷൻ എത്രയോ ആ പെൻഷനും കൂടി അനുവദിക്കും. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം പോയി എന്ന് പറയുമ്പോൾ നമ്മൾ 1000 ആക്കിയാലും അത് മനസ്സിൽ പ്രയാസമാണ്. എന്നാൽ പോട്ടെ, 1600 രൂപ പെൻഷൻ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയാൽ പോരെ. അപ്പോൾ ചിലവ് കയറി പോകും. 4500 കോടി രൂപ ഇതുവരെയും ഈ വർഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചിലവായിട്ടുണ്ട്. ഈ വർഷം ഇനിയിപ്പോൾ ഒരു ഗഡു കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേനും 6000 കോടി രൂപ അടുത്ത് വരും. ഇത് വലിയൊരു ഭാരമാണ്. അപ്പോൾ 2 പെൻഷൻ 3 പെൻഷൻ ഈ തോതിൽ മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ക്ലിയറാണ്. അത് തന്നെയാണ് ഓണത്തിന് പറഞ്ഞിരുന്നത്. പക്ഷേ ആകെ ഓണത്തിന് പറഞ്ഞ ഒരു കാര്യം നടപ്പാക്കിയിട്ടില്ല. അധികം മേടിച്ചാൽ തിരിച്ചെടുക്കുമെന്ന്. അത് നടക്കുന്നതല്ല. എങ്കിലും അത് കേട്ടിട്ട് രണ്ടാമതൊന്നും മേടിക്കാൻ ഒരാൾ മടിച്ചു കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ എടുക്കുന്ന നിലപാട് ഇതാണ്. 1000 രൂപയുടെ ഒരു പെൻഷനേ ഉള്ളൂ. രണ്ടാമത് പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്നെങ്കിൽ എത്രയാണോ മേടിച്ചിരുന്ന തുക ആ തുകയ്ക്ക് ഇനിയും തുടർന്ന് രണ്ടാമതൊരു പെൻഷൻ നൽകും. ഈ KSRTCയെ ലാഭകരമാക്കും എന്നുള്ളൊരു അംബീഷ്യസായ പ്രഖ്യാപനമായിരുന്നു താങ്കൾ നടത്തിയത്. അപ്പം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയും കഷ്ടമാണ്. കാരണം ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ലാഭകരമാക്കാൻ കഴിയും ആ പ്രസ്ഥാനത്തെ? 80% ഫ്ലീറ്റേ ഉപയോഗിക്കുന്നുള്ളൂ. തമിഴ്നാട്ടിൽ 99% ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഉപയോഗിക്കാത്തത്? അപ്പോൾ അത് ഉപയോഗിക്കുന്നുള്ള നടപടി നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു 350 കോടി രൂപ കൂടുതൽ കിട്ടും. മൈലേജ് 4.2 കിലോമീറ്റർ ഓടുന്നുള്ളൂ. ഇന്ത്യൻ ശരാശരി 5.5 0.1% മൈലേജ് കൂടിയാൽ 7 കോടി രൂപ ഒരു വർഷം ലാഭം കിട്ടും, വർധന കിട്ടും. 330 കിലോമീറ്ററാണ് ഇന്ത്യയിൽ കേരളത്തിൽ ഓടുന്നത്. ഇന്ത്യയിൽ 430. എന്തുകൊണ്ടൊരു വണ്ടി ഈ കൂടുതൽ ദൂരം ഓടാൻ പറ്റുന്നില്ല? അത് കുഴപ്പമാണ്. അല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊട്ട മാനേജ്മെൻറ്റാണ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു ചിരി വരും. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് കൺസോർഷ്യം KTDFC നിന്ന് വായ്പ എടുത്തു. എസ്ക്രൂ അക്കൗണ്ട്. അപ്പോൾ ഒരു സുരക്ഷിതത്വവും ഇല്ല. ഇനി അവർക്ക് പേടിയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയും, എന്നിട്ട് 11% പലിശക്കാണ്
വായ്പ ഇവ കൺസോർഷ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതൊന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും ആളില്ല. സോ എൻ്റെ മാനേജ്മെൻറ്റ് ആകെ മാറണം. അല്ല, ചെറുപ്പക്കാരും പിള്ളേരെ റിക്രൂട്ട് ചെയ്ത് ഫിനാൻസ് മാനേജറും ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ അല്ല, അതിന് തടസ്സം എന്താണ്? ചെയ്യേണ്ടത്. 3, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് നടത്തണം. CNG ബസ് മേടിച്ചു കൊടുക്കണം. ഇതൊരു പാക്കേജായിട്ട് വരണം. സുശീൽ ഖന്ന ഒരു IIM കൽക്കട്ട എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് വ്യക്തം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുക. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കോമൺ സെൻസ് വെച്ചാണ്. സുശീൽ ഖന്നയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, ട്രേഡ് യൂണിയനുകൾ, മാനേജ്മെൻറ്റ് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈ എടുക്കും. ഈ സർക്കാർ അതിൻ്റെ ബജറ്റിൽ എന്തൊക്കെ കൺസീവ് ചെയ്താലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനൊരു മൊബിലിറ്റി വേണം. ഈ സർക്കാർ മെഷീനറി നന്നായി ചലിക്കണം. LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാരിൻ്റെ മെഷീനറി നന്നായി ചലിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. പ്രധാനമായും KASൻ്റെ സമരം, അത്തരം വിഷയങ്ങൾ, IPS IASും തമ്മിലുള്ള സംഘർഷം. ഈ പ്രതിസന്ധിയെ എങ്ങനെ നിങ്ങൾ തരണം ചെയ്യും? എന്ത് ന്യായം കാസിൻ്റെ കാര്യത്തിൽ? കാരണം നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ടാക്കിയാണ്. അവരാരെയും സെക്രട്ടേറിയറ്റ് കയറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സ്റ്റേറ്റ് സിവിൽ സർവീസ്? ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രായോഗിക വികസന അനുഭവമുള്ള ആളുകൾ വരണം. IASകാർ പുറത്തും അകത്തും വർക്ക് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ വേണം. അതല്ലാതെ ഇവിടെ നിന്ന് താഴെ തട്ടി കയറുന്നവരെ അവർ നോക്കുക ഇനി സംസ്ഥാന സർവീസിന് മുകളിലുണ്ടാവൂ എന്ന് വെക്കാൻ പറ്റത്തില്ല. ഇത് ആദ്യം പറയുന്നില്ലല്ലോ. 1ാം ഭരണപരിഷ്കാര കമ്മീഷൻ മുതൽ നായനാർ അധ്യക്ഷനായ കമ്മീഷൻ്റെ വിശദാംശങ്ങളും രീതികളും എല്ലാം തീരുമാനിച്ചതാണ്. ഇത് നടപ്പാക്കാനുള്ള ഇച്ഛയില്ല. അപ്പോൾ ഇപ്പോൾ സ്വല്പം പ്രയാസം ഉണ്ടായാലും ദീർഘനാളിൽ വലിയ ഗുണം ചെയ്യും. ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വളയ്ക്കാം. അല്ല, പക്ഷേ ഈ സർക്കാരിനൊരു ചലനാത്മകത ഇല്ലാതെ ഇരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത് നല്ലൊരു കാര്യമാണോ? അത് നല്ല കാര്യമല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് LDF ഒക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള പല കല്ലുകടികളുണ്ട്. അത് പരിഹരിക്കുന്നതിന് ഉള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിമോണിറ്റൈസേഷൻ്റെ ആ സമയത്ത് രാജ്യത്ത് തന്നെ അതിനെ എതിർത്തുകൊണ്ട് കേട്ട നല്ല ശബ്ദങ്ങളിലൊന്ന് താങ്കളുടേതായിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പിന്തുണ സംസ്ഥാനത്ത് കിട്ടിയോ? പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടിയോ? ഈ സംസ്ഥാനത്ത് നിന്നല്ല, ഇന്ത്യയെ കിട്ടിയോ? മോഡിക്ക് ഈ പണ്ടത്തരം ചെയ്തിട്ടും അദ്ദേഹം അത് രക്ഷപ്പെട്ടു പോയില്ലേ? ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് പേര് ഈ കള്ളപ്പടത്തോടുള്ള ഭയങ്കര ദേഷ്യമുണ്ടല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ക്യൂ നിന്നാലും അവൻ പിടിക്കപ്പെടും, അവൻ വരട്ടെ, അവനും ക്യൂ നിൽക്കട്ടെ, അവൻ കരയട്ടെ എന്നൊരു മനോഭാവമുണ്ട്. അതും ദേശപ്രേമവും കൂടി ഞങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ശരി, ആ നറേറ്റീവ് വളരെ വളരെ ഫലപ്രദമാണ്. ഇനി ആരെയും പിടിച്ചിട്ടില്ല, നമ്മൾ ക്യൂ നിന്ന് മാത്രം ബാക്കി എന്ന് ബോധ്യപ്പെടുമ്പോഴത് മാറത്തുള്ളൂ. ഞാൻ ആദ്യ ദിവസം ഇതിങ്ങനെ രാത്രി തന്നെ ഇത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര പേര് എന്നെ ഫോൺ ചെയ്തെന്നറിയണം. ഡോക്ടർ എന്തിനാ ഇങ്ങനെ പറയാൻ പോയേ? നിങ്ങൾ കള്ളപ്പണക്കാരനോടൊപ്പം തോന്നിപ്പോയില്ലേ? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവണ മോശമല്ലേ എന്നൊക്കെയാണ് പറയണ. അതാണ്, ദാറ്റ് ഈസ് ദ സക്സസ്. മോഡിക്ക് ഇത് നന്നായിട്ട് പാക്ക് ചെയ്യാൻ പറ്റി.